പുരുഷന്മാർ ഒരു ദിവസം ഈ ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമായേക്കാം എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? പുരുഷന്മാരെ സൃഷ്ടിക്കാൻ കാരണമായ വൈ ക്രോമോസോം പതുക്കെ അപ്രത്യക്ഷമാവുകയാണെന്ന് ചില ശാസ്ത്രജ്ഞർ വിശ്വസിക്കുന്നു. അത് ശരിയാണെങ്കിൽ ഭാവിയിൽ പുരുഷന്മാർക്ക് വംശനാശം സംഭവിക്കും എന്നാണോ അർത്ഥം? ഇത് വെറും ഒരു വൈൽഡ് തിയറിയാണോ, അതോ നമ്മൾ ഒരു ജനറ്റിക് ടൈം ബോംബിനെ നേരിടുകയാണോ? മനുഷ്യ പരിണാമത്തിന്റെ വിചിത്രവും നിഗൂഢവുമായ ലോകത്തിലേക്ക് നമുക്കൊന്ന് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ മിസ്റ്റിക് മലയാളത്തിലേക്ക് സ്വാഗതം. വിചിത്ര ലോകത്തെ നിഗൂഢ കഥകൾ കേൾക്കാൻ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോയിലേക്ക് കടക്കാം. ഇപ്പോൾ ഈ പറഞ്ഞ പ്രശ്നത്തെപ്പറ്റി മനസ്സിലാക്കാൻ നമ്മൾ ഈ വിഷയത്തെപ്പറ്റി കുറച്ചുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. മനുഷ്യർക്ക് 23 ജോഡി ക്രോമോസോമുകളുണ്ട്. 23ാമത്തെ ജോഡി നിങ്ങളുടെ ബയോളജിക്കൽ സെക്സ് തീരുമാനിക്കുന്നു. അതായത് നിങ്ങൾ ബയോളജിക്കലി ആണാണോ പെണ്ണാണോ എന്ന് തീരുമാനിക്കുന്നത് 23ാമത്തെ ജോഡി ക്രോമോസോമാണ്. 2X എന്നതിനർത്ഥം നിങ്ങൾ സ്ത്രീയാണെന്നും 1Xും 1Yയും ആണെങ്കിൽ നിങ്ങൾ പുരുഷനാണ് എന്നുമാണ് അർത്ഥം. Y ക്രോമോസോമിൽ ഒരു പ്രത്യേക ജീനുണ്ട്, SRY. ഈ ജീൻ നിങ്ങളുടെ ശരീരത്തോട് പറയുന്നു വൃഷണങ്ങൾ രൂപപ്പെടാനുള്ള സമയമായി. അത് പിന്നീട് പുരുഷ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നു. എന്നാൽ വിചിത്രമായ ഒരു കാര്യം എന്താണെന്നാൽ Y ക്രോമോസോം ചെറുതാണ്, Xനേക്കാൾ വളരെ വളരെ ചെറുത്. വളരെ കുറച്ച് ജീനുകൾ മാത്രമേ അതിലുള്ളൂ. ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് Y ക്രോമോസോം ഇത്ര ചെറുതായിരുന്നില്ല. Xന്റെ അത്ര തന്നെ വലുതായിരുന്നു. പിന്നെ അത് ചെറുതായി തുടങ്ങി. എന്തുകൊണ്ടാണ് Y ക്രോമോസോം ചെറുതായി പോയത്? കാരണം Y ക്രോമോസോമിന് പങ്കാളിയില്ല, ജീൻ കൈമാറ്റമില്ല, ഒരു റിപ്പയർ സിസ്റ്റം ഇല്ല. അങ്ങനെ കാലക്രമേണ അതിന്റെ കേടായ ജീനുകൾ ഒന്നൊന്നായി അപ്രത്യക്ഷമായി. ഇപ്പോഴുണ്ടാകുന്ന ഒരു വലിയ ചോദ്യം, Y ക്രോമോസോം ശരിക്കും ഇല്ലാതാകുമോ, അതോ ഇത് അതിശയോക്തി കലർന്ന ഒരു സിദ്ധാന്തമാണോ? ശാസ്ത്രജ്ഞർക്ക് യഥാർത്ഥത്തിൽ ഇക്കാര്യത്തിൽ ഭിന്ന അഭിപ്രായമാണ്. ഒരു വശത്ത് ചില ജനിതക ശാസ്ത്രജ്ഞർ വിശ്വസിക്കുന്നത് Y ക്രോമോസോം മന്ദഗതിയിലാണെങ്കിലും ഉറപ്പായും വംശനാശത്തിലേക്കുള്ള പാതയിലാണെന്നാണ്. Yയുടെ യഥാർത്ഥ ജീനുകളുടെ 90%-ലധികം ഇതിനകം നഷ്ടപ്പെട്ടു എന്ന വസ്തുതയിലേക്ക് അവർ വിരൽ ചൂണ്ടുന്നു. ഇന്ന് പ്രവർത്തനക്ഷമമായ കുറച്ചു ഡസൻ ജീനുകൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. ഒരു താരതമ്യം നടത്തുകയാണെങ്കിൽ X ക്രോമോസോമിൽ 1000-ലധികം ജീനുകളുണ്ട്. അതേസമയം Yക്ക് ഏകദേശം 50 ജീനുകൾ മാത്രമേ ഉള്ളൂ. പൂർണ്ണമായും സജ്ജീകരിച്ച ഒരു ബഹിരാകാശ പേടകത്തിനെ ഒരു സൈക്കിളുമായി താരതമ്യം ചെയ്യുന്നത് പോലെയാണ് അത്. അതെപ്പോഴും എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നിങ്ങൾ ശരിക്കും അത്ഭുതപ്പെടും. എന്നാൽ ഇവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. ചെറിയ വലിപ്പവും പരിമിതമായ ജീനുകൾ മാത്രം ഉണ്ടായിരുന്നിട്ട് പോലും Y ക്രോമോസോം അതിന്റെ യഥാർത്ഥത്തിൽ ആവശ്യമുള്ളവയെ മുറുകെ പിടിക്കുന്നു. സയൻസ് ജേണലായ നേച്ചറിൽ പ്രസിദ്ധീകരിച്ച ഒരു പഠനം വെളിപ്പെടുത്തുന്നത് കഴിഞ്ഞ 25 ദശലക്ഷം വർഷങ്ങളായി Y ക്രോമോസോം സ്ഥിരതയുള്ളതായി തുടരുന്നു എന്നതാണ്. ആ സമയത്ത് ഒരു ജീൻ പോലും നഷ്ടപ്പെട്ടിട്ടില്ല. ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒന്നിന്റെ സ്വഭാവമല്ല അത്. അതിജീവിക്കാൻ പൊരുത്തപ്പെട്ട ഒരു പോരാളിയെ പോലെയാണ് അത്. ചില ശാസ്ത്രജ്ഞർ ഇതിനെ ഒരു ജനിതക കോട്ട എന്നും വിളിക്കുന്നു. ചെറുതാണ്, പക്ഷേ അവിശ്വസനീയമാം വിധം പ്രതിരോധശേഷിയുള്ളതുമാണ്. അതിനാൽ ദുർബലമായ ക്രോമോസോം എന്ന് നമ്മൾ കരുതിയത് യഥാർത്ഥത്തിൽ അതിജീവനത്തിന്റെ ഒരു മാസ്റ്റർ തന്നെയാണ്. ഇനി Y ക്രോമോസോം ഒരു ദിവസം ശരിക്കും അപ്രത്യക്ഷമായാൽ എന്ത് സംഭവിക്കും? മനുഷ്യർ ഇനി നിലനിൽക്കില്ലേ? മനുഷ്യവംശം വംശനാശം നേരിടുമോ? അതിശയകരമെന്ന് പറയട്ടെ, ഉത്തരം ഇല്ല എന്നതാണ്. കുറഞ്ഞപക്ഷം ഉടനടി ഇല്ല എന്ന് പറയാം. പ്രകൃതിയിലേക്ക് നോക്കിയാൽ ജപ്പാനിൽ കണ്ടെത്തിയ സ്പൈനി റാറ്റിനെ പോലെയുള്ള Y ക്രോമോസോം പൂർണ്ണമായും അപ്രത്യക്ഷമായ ചില ജീവിവർഗങ്ങളുണ്ട്. Y ക്രോമോസോം ഇല്ലാതെ പോലും ഈ ഇനത്തിൽ പുരുഷന്മാർ ഇപ്പോഴും ഉണ്ടെന്ന് കണ്ടെത്തിയത് ഞെട്ടലുളവാക്കുന്ന വസ്തുതയാണ്. അതെങ്ങനെ സാധ്യമാകും? ഈ സാഹചര്യത്തിൽ മറ്റൊരു ക്രോമോസോം Yയുടെ പങ്ക് ഏറ്റെടുത്തു. ആവശ്യമായ ലിംഗനിർണയ ജീനുകൾ വഹിക്കാൻ അത് പരിണമിച്ചു. പ്രകൃതി എല്ലായ്പ്പോഴും ഒരു പരിഹാരം കണ്ടെത്തുന്നതായി കാണാം. Y ക്രോമോസോം എപ്പോഴെങ്കിലും നഷ്ടമായാൽ മനുഷ്യർക്ക് സമാനമായ ഒരു പരിണാമപാത പിന്തുടരാൻ കഴിയുമെന്ന് പോലും അനുമാനമുണ്ട്. മറ്റൊരു ജീൻ അല്ലെങ്കിൽ ക്രോമോസോം ഒടുവിൽ അതിന്റെ സ്ഥാനത്ത് എത്താൻ പരിണമിച്ചേക്കാം. പക്ഷേ ഇത് ഒറ്റ രാത്രി കൊണ്ട് സംഭവിക്കുന്ന ഒന്നല്ല. ഇതിന് ദശലക്ഷക്കണക്കിന് വർഷങ്ങളുടെ പരിണാമം വേണ്ടിവരും. ആ സമയത്ത് ഹ്യൂമൻ റീപ്രൊഡക്ഷനും പരിണാമവും ലിംഗഭേദം നിർവചിക്കുന്നതുമൊക്കെ ഇന്നത്തേതിൽ നിന്ന് വളരെ വ്യത്യസ്തമായി കാണപ്പെട്ടേക്കാം. വാസ്തവത്തിൽ ആർട്ടിഫിഷ്യൽ റീപ്രൊഡക്ഷൻ, ക്ലോണിംഗ്, ലാബിൽ ജീനുകൾ മാറ്റി നിർമ്മിക്കുക തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ Y ക്രോമോസോമിന്റെ ആവശ്യം പൂർണ്ണമായും വേണ്ടാത്ത ഒരു സാഹചര്യം വരുമെന്ന് ഗവേഷകർ അഭിപ്രായപ്പെടുന്നു. ഇത് സയൻസ് ഫിക്ഷൻ പോലെ തോന്നുന്നുണ്ട്. പക്ഷേ ഇന്നത്തെ ജനിതക ശാസ്ത്രത്തിലെ പുരോഗതിയോടെ അത് അസാധ്യമായ ഒരു കാര്യമൊന്നുമല്ല. അതിനാൽ Yയുടെ വംശനാശം മനുഷ്യന്റെ അവസാനമായിരിക്കില്ല. ഒരുപക്ഷെ അത് മനുഷ്യരാശിക്ക് വളരെ വ്യത്യസ്തമായ ഒരു ഭാവിയുടെ തുടക്കമായി മാറിയേക്കാം. വിദൂര ഭാവിയിൽ Y ക്രോമോസോമിന്റെ ഗതിയെക്കുറിച്ച് ചർച്ചകൾ നടക്കുമ്പോൾ വളരെ പെട്ടെന്ന് സംഭവിക്കുന്ന ഒന്നുണ്ട്. ലോകമെമ്പാടുമുള്ള പുരുഷ പ്രത്യുൽപാദനക്ഷമതയിലെ കുത്തനെയുള്ള ഇടിവാണ് അത്.
കഴിഞ്ഞ 40 വർഷത്തിനിടയിൽ പുരുഷന്മാരിലെ ബീജങ്ങളുടെ എണ്ണം 50% കുറഞ്ഞു. ശാസ്ത്രജ്ഞർ ആഴത്തിൽ ആശങ്കാജനകമെന്ന് വിശേഷിപ്പിക്കുന്ന ഒരു പ്രവണത. അതിന്റെ കാരണം എന്താണ് എന്ന് കണ്ടെത്താൻ പ്രയാസമില്ല. എൻഡോക്രൈൻ ഡിസ്റപ്റ്റേഴ്സ് എന്നറിയപ്പെടുന്ന പ്ലാസ്റ്റിക് രാസവസ്തുക്കൾ, പ്രത്യേകിച്ച് കുപ്പികളിലും ക്യാനുകളിലും റെസിപ്റ്റുകളിൽ പോലും കാണപ്പെടുന്ന BPA, അവ ഹോർമോൺ സന്തുലിതാവസ്ഥയെ തടസ്സപ്പെടുത്തും. സ്ട്രെസ്സും അനാരോഗ്യകരമായ ഭക്ഷണക്രമങ്ങളും ഉദാസീനമായ ജീവിതശൈലിയും കീടനാശിനികൾ പോലും ബീജത്തിന്റെ ഗുണനിലവാരത്തെ ബാധിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ദശലക്ഷക്കണക്കിന് വർഷങ്ങളായി Y ക്രോമോസോമിന്റെ സാവധാനത്തിലുള്ള ക്ഷയത്തിൽ നിന്ന് വ്യത്യസ്തമായി ബീജങ്ങളുടെ എണ്ണത്തിലുള്ള കുറവ് വളരെ വേഗത്തിലാണ് സംഭവിക്കുന്നത്. ഏതാനും പതിറ്റാണ്ടുകൾക്കുള്ളിൽ തന്നെ അത് സംഭവിക്കുന്നു. ഒന്ന് ആലോചിച്ചു നോക്കൂ, ഈ വെല്ലുവിളികൾ തുടർന്നാൽ ഏതാനും തലമുറകൾക്കുള്ളിൽ തന്നെ സ്വാഭാവിക മനുഷ്യ പ്രത്യുൽപാദനം നടക്കുന്നത് അസാധ്യമായി തീരും. 2045 ആകുമ്പോഴേക്കും തന്നെ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും പുരുഷന്മാർ വന്ധ്യതയുള്ളവരായി തീരുമെന്ന് ചില ശാസ്ത്രജ്ഞർ പ്രവചിക്കുന്നു. ആ സമയത്ത് ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം Y ക്രോമോസോം അപ്രത്യക്ഷമാകുന്നതിനെ കുറിച്ചായിരിക്കില്ല അപ്പോഴത്തെ ചർച്ച. ഒരുപക്ഷെ ഈ നൂറ്റാണ്ടിനുള്ളിൽ പുരുഷന്മാർക്ക് സ്വാഭാവികമായി പ്രത്യുൽപാദനം നടത്താൻ കഴിയുമോ എന്നതായിരിക്കാം. ഇല്ലെങ്കിൽ സയൻസിന്റെ സഹായത്തോടെ പ്രത്യുൽപാദനം നടത്തുന്ന ഒരു ഭാവിയിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ പുരുഷന്മാർക്ക് യഥാർത്ഥത്തിൽ വംശനാശം സംഭവിക്കുമോ? പുരുഷന്മാരുടെ Y ക്രോമോസോം അപ്രത്യക്ഷമാവുമോ? അത് അസംഭവ്യമാണ്. Y ക്രോമോസോം ചുരുങ്ങുകയോ പരിണമിക്കുകയോ ചെയ്താലും മനുഷ്യവർഗം പൊരുത്തപ്പെടുമെന്ന് ശാസ്ത്രം സൂചിപ്പിക്കുന്നു. ജനിതക പരിഹാരങ്ങൾ, സാങ്കേതിക ഇടപെടലുകൾ അല്ലെങ്കിൽ സ്വാഭാവിക പരിണാമം എന്നിവയിലൂടെ ആയാലും കഥ ഇവിടെ അവസാനിക്കുന്നില്ല. ആകർഷകമായ കാര്യം എന്തെന്നാൽ Y ക്രോമോസോം പുരുഷത്വത്തിന്റെ മാത്രമല്ല, അതിജീവനത്തിന്റെയും പ്രതിരോധശേഷിയുടെയും നിഗൂഢതയുടെയും പ്രതീകമായി മാറിയിരിക്കുന്നു എന്നതാണ്. പൊരുത്തപ്പെടുന്ന, പങ്കാളിയില്ലാത്ത ഒരേയൊരു ക്രോമോസോം ഇതാണ്. അത് ഒറ്റയ്ക്ക് നിൽക്കുന്നു. ഒരുപക്ഷെ അതായിരിക്കാം അതിനെ ഇത്രമാത്രം സവിശേഷമാക്കുന്നത്. അവസാനം Y ക്രോമോസോമിന്റെ വിധി ഒരു ശാസ്ത്രീയ രഹസ്യം മാത്രമല്ല, അത് ജീവിതത്തിന്റെ തന്നെ ഒരു കഥയാണ്. നമ്മൾ എത്രമാത്രം ദുർബലരും പൊരുത്തപ്പെടാൻ കഴിയുന്നവരുമാണ് എന്നതിന്റെ കഥ. മറ്റൊന്നുമല്ലെങ്കിൽ പോലും നമ്മുടെ DNA ഏറ്റവും ചെറിയ ഭാഗങ്ങൾക്ക് പോലും ഏറ്റവും വലിയ ചോദ്യങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയുമെന്ന് ഈ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യൂ. തുടർന്നും വീഡിയോകൾ ലഭിക്കുവാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.